And I'm happy that it was about listening to the people of Kerala, about listening to what the people of Kerala want, how they want Kerala to move ahead. കേരളത്തെ നിരീക്ഷിക്കുന്നതിന് സമമായിരുന്നു ഈ യാത്രയെ നിരീക്ഷിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ എന്താഗ്രഹിക്കുന്നു, അവരുടെ സ്ഥിതിഗതികൾ എന്താണ്, നാളത്തെ കേരളത്തെക്കുറിച്ചുള്ള അവരുടെ ഭാവന എന്താണ്, അത് നിരീക്ഷിക്കുന്നതിന് ഈ യാത്ര വളരെയേറെ സഹായിച്ചു. And if we want to discuss Kerala and the future of Kerala, we have to understand that Kerala is a global idea. കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ, കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ പ്രഥമവും പ്രധാനവുമായിട്ട് എനിക്ക് തോന്നുന്നത് കേരളം ഒരാഗോള ആശയമാണ് എന്നുള്ളതാണ്. It is of course a state in our beautiful country, but it is also a global concept, a global idea. നമ്മുടെ രാജ്യത്തെ മനോഹരമായ ഒരു സംസ്ഥാനമാണ് കേരളം. അത് മാത്രമല്ല, അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരാഗോള ആശയവും ഒരാഗോള സങ്കല്പവും കൂടിയാണ് കേരളം. And so it's important to start the discussion with what is going on at the global level. ആഗോളതലത്തിൽ നടക്കുന്ന ചർച്ചയെക്കുറിച്ച് ആ ചർച്ച തുടങ്ങുന്നതിന് കേരളത്തെ തന്നെ ഒരു മാതൃകയാക്കിയാൽ തീർച്ചയായും അത് ഉചിതമായിരിക്കും. We have millions of our brothers and sisters who live in the Middle East, who send remittances back from the Middle East to India. മില്യൺ കണക്കിന് പ്രവാസികളായിട്ടുള്ളവർ മധ്യപൗരസ്ത്യ ദേശത്തുണ്ട്. അവരുടെ സംഭാവനകൾ അല്പമൊന്നുമല്ല നമ്മുടെ സമ്പദ്ഘടനയെ, നമ്മുടെ രാജ്യത്തെ സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുന്നത്. They are worried about what is going to happen in the war. അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച്, മധ്യപൗരസ്ത്യ ദേശത്തെ സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് അവർ വളരെയേറെ ഉത്കണ്ഠാകുലരാണ്. In fact, it is almost impossible to predict what will happen in the war between the United States and Iran. അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന ഈ യുദ്ധത്തിന്റെ അവസാന ഫലം, അന്തിമ ഫലം എന്തായിരിക്കുമെന്ന് പ്രവചിക്കാനോ മുൻകൂട്ടി പറയാനോ സാധിക്കാത്ത വിധം വളരെ സങ്കീർണമാണ് ഈ സാഹചര്യം. But what one can confidently say is that we are entering a new, unstable, dangerous phase on the planet. ഈ ഗ്രഹത്തിൽ, ഈ ഭൂമണ്ഡലത്തിൽ വളരെ അസ്ഥിരമായിട്ടുള്ള, അനിശ്ചിതത്വം ഉളവാക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണോ നാം പ്രവേശിക്കുന്നത് എന്ന കാര്യമാണ് നമ്മെ ആശങ്കരാക്കുന്നത്. And so we have to be careful and we have to protect our strength and our people. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധയോടെ ഇരിക്കണം, നാം ജാഗരൂകരായിരിക്കണം. നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ജനങ്ങളെയും കാത്തുരക്ഷിക്കുന്നതിന് നാം ബദ്ധശ്രദ്ധരായിരിക്കണം. When a storm comes, you have to walk carefully, you have to look at what is going on, and you have to take more care than usual. ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കേണ്ടി വരും. പരസ്പരം കരുതലോടുകൂടി, ശ്രദ്ധയോടുകൂടി നാം ജാഗ്രതയോടെ അതിനെ നേരിടേണ്ടതായിട്ട് വരും. And most of all, you have to protect your assets and your strength. നമ്മെയും നമ്മുടെ സമ്പത്തിനെയും അത് രക്ഷിക്കുന്നതിനുള്ള ജാഗ്രതയും ശ്രദ്ധയുമാണ് ഇതുപോലുള്ളൊരു സന്ദർഭം ആവശ്യപ്പെടുന്നത്.